ഫിർഔൻ ചോദിച്ചു ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അല്ലേ? ആ ചോദ്യം ഫമ എന്നുള്ള ആ ചോദ്യം അത് എന്തിനി എന്നുള്ളതാണ്. ഒന്ന് ലി തശ്ഗീബ്, രണ്ട് ലി തഗ്ലീബ്. തശ്ഗീബ് ബഹളം ഉണ്ടാക്കാൻ, രംഗം കലക്കാൻ, കൊളാക്കാൻ. തഗ്ലീബ് പറഞ്ഞാൽ തോൽപ്പിക്കാൻ, ഉത്തരം മുട്ടിക്കാൻ, ജയിക്കാൻ വേണ്ടി. ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, പൂർവ തലമുറകളുടെ കാര്യം എന്ത്, അവസ്ഥ എന്ത് എന്നാണ് ഫമാ ബാലുൽ ഖുറൂൻ ഫിർഔൻ ചോദിച്ചത്. ആ ചോദ്യം എന്തിനാണ്? അതൊന്ന് ഫിർഔൻ്റെ ഭാഷ്യത്തിൽ മുൻകഴിഞ്ഞവരൊന്നും എന്തല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിദായത്തിലല്ല. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവർക്ക് പഴച്ചു എന്നോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രംഗം കലക്കാൻ വേണ്ടിയിട്ട്, അതാണ് തശ്ഗീബ്. ഇപ്പം ഈ നമ്മൾ റോട്ടിൽ കേട്ടില്ലേ ബഹളം, അതാണ് തശ്ഗീബ്, ലി തശ്ഗീബ്. പിന്നെ ലി തഗ്ലീബ്, ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ എന്താ പറയുക, എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നമായില്ലേ. അപ്പോൾ ആ നിലക്ക് ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ ആ ഒരു വിഷയം, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിദഗ്ധമായിട്ടും അതേപോലെ തന്നെ പിന്നെ ആ പ്രവാചകത്വത്തിൻ്റെ ആ ഒരു പിന്നെ മഹത്വത്തിന് നിരക്കും വിധമുള്ള പ്രതികരണം നൽകിയത്. ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. അതിന്ന് മാത്രമല്ല, ഇന്നും എന്നും ആ ചോദ്യം ചോദിക്കും. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം ചില സംവാദങ്ങൾ കേട്ടില്ലേ, പിന്നെ മൊയ്തീമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചത്, അയാളെക്കുറിച്ച് എന്താ നിങ്ങൾ പറയുന്നത്? അതേപോലെ തന്നെ പിന്നെ മൊയ്തീൻ ഷെയ്ഖേന്ന് വിളിച്ചപ്പോഴാണ് മരിച്ചത്, അയാളെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? എന്തിനാ പറയുന്നത്? നമ്മളെ ആളുകളും അങ്ങനെ തന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇൽമുഹ ഇൻദ റബ്ബി ലാ യദില്ലു റബ്ബി വല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വല യൻസ, അതാണ് പറയുന്നത്. അതേപോലെ തന്നെ ചില ആളുകളുടെ ഇപ്പം ഈ പിന്നെ യുക്തിവാദികൾ, അതേപോലെ തന്നെ ചില മോഡേണിസ്റ്റുകൾ, അവർ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പേര് പറയും. ഇന്ന രാഷ്ട്രീയ നേതാവ്, ഇന്ന ആൾ, പിന്നെ സാമൂഹ്യ പ്രവർത്തകൻ, ഇന്ന ലോകശ്രദ്ധ നേടിയ ആൾ, അവരൊക്കെ പിന്നെ സ്വർഗത്തിലാണോ അവരൊക്കെ നരകത്തിലാണോ, എന്താ അപ്പോൾ നമ്മളെന്താ വേണ്ടത്? അതിന് ഇതാണ് മറുപടി, ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. അത്രയേ ഉള്ളൂ അതിന് പ്രതികരിക്കേണ്ടത്. പിന്നെ സ്വർഗം നരകം ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, സ്വർഗം നമ്മളുടേതല്ല, സ്വർഗം റബ്ബിൻ്റേതാണ്. ആ റബ്ബിൻ്റെ സ്വർഗം കാക്ഷിച്ചിട്ടാണോ അയാൾ പ്രവർത്തിച്ചെങ്കിൽ അയാൾക്കത് കിട്ടും. അതില്ല എങ്കിൽ അയാൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അത് പറയാൻ വിധിക്കാനും പോണത്. അപ്പോൾ അതത്രേ ഉള്ളൂ. ഏതായാലും ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് എത്ര നല്ല സമർത്ഥമായ മറുപടിയാണ് നൽകിയത്. ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ്.